Hi students, welcome back. Today's topic is Law of Conservation of Energy. Linear momentum conservation laws of motion എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ എനർജിക്കും ഒരു കൺസർവേഷൻ ലോ ഉണ്ട്. The total mechanical energy of a system is conserved if the forces doing work on it are conservative. അതായത് ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ മെക്കാനിക്കൽ എനർജി ഓൾവേസ് കൺസേർവ്ഡ് ആയിരിക്കും. മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ ഏതൊക്കെ എനർജി അതിൽ വരും? കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പ്രൂഫ് വളരെ ഈസിയാണ്. ഒരു ഒബ്ജക്റ്റ്, ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കുക. സപ്പോസ് അത് ആദ്യം എ എന്ന് പറഞ്ഞ പൊസിഷനിലായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ഒരു പൊസിഷൻ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ബി. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് താഴെ എത്തിയിട്ടുള്ള കേസ്. ഈ മൂന്ന് കേസിലും മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. ഈ മൂന്ന് പോയിന്റിലും മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പോയിന്റ്സിലൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 പോയിന്റ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സർഫസ് തൊട്ട് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് വരെയുള്ള ഹൈറ്റ് എച്ച് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ 2 പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എ എന്ന് പറഞ്ഞ പോയിന്റിലെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി കാണും, പൊട്ടൻഷ്യൽ എനർജി കാണും, ദെൻ ടോട്ടൽ എനർജി കാണും. ടോട്ടൽ എനർജി എങ്ങനെ കാണും? ആ 2 എനർജീസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ്, എല്ലാ കേസിലും കോൺസ്റ്റന്റ് വാല്യൂ ആണോ കിട്ടുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കേസിലുള്ള അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് നോക്കുന്നത്. ഫസ്റ്റ് കേസിലുള്ള കൈനറ്റിക് എനർജി എന്ന് എഴുതിയാൽ മതി. കൈനറ്റിക് എനർജിക്ക് ഫസ്റ്റ് കേസിലുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അത് മൂവ് ചെയ്യുന്നില്ല. അതായത് ഇനീഷ്യലി റെസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ്, റെസ്റ്റിൽ നിന്നാണ് ആ ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് എന്തായിട്ട് എഴുതാം? 0 ആയിട്ട് എഴുതാം. ഓക്കെ, റെസ്റ്റിൽ നിന്നാണ് ആ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി 0 ആയതുകൊണ്ട് നമ്മളിവിടെ കൈനറ്റിക് എനർജി 0 എന്ന് എഴുതി. ഇനി പൊട്ടൻഷ്യൽ എനർജി, അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്നാൽ നമുക്ക് സാധാരണ കേസിൽ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? mgh. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ള ഹൈറ്റ് എച്ച് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് mgh എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി ടോട്ടൽ എനർജി കാണാം. ടോട്ടൽ എനർജിക്കാണ് ഞാൻ ടി എന്ന് കൊടുക്കുന്നത്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, കെ പ്ലസ് യു. കെ പ്ലസ് യു എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 പ്ലസ് mgh. നമുക്ക് എന്താ ആൻസർ കിട്ടി? mgh എന്ന് കിട്ടി. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആ ബോഡിക്കുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്. ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അറ്റ് ബി. ബിയിൽ കൈനറ്റിക് എനർജി എത്രയാണെന്ന് നോക്കാം, പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ആ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം എന്താ? ½mv². ആണ്. ഇപ്പം നമ്മൾ 3 പോയിന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ പോയിന്റിലുള്ള വെലോസിറ്റിയും വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വെലോസിറ്റിക്ക് v1² എന്ന് കിട്ടും. അതവിടെ നിന്നോട്ടെ. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? mg ഇൻറ്റു ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഹൈറ്റ്. ഇപ്പം അത് ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ mg ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ ഹൈറ്റ് എത്രയുണ്ട്? മൊത്തം ഹൈറ്റ് h ഉണ്ട്. അതിൽ നിന്ന് x എന്ന് പറഞ്ഞ ഹൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കിട്ടും. മൊത്തം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാണ്? h ഉണ്ട്. ബി തൊട്ട് എ വരെയുള്ള ഹൈറ്റ് എത്രയാണ്? x ഉണ്ട്. അപ്പോൾ ആ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് x കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ബി വരെയുള്ള ഹൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഹൈറ്റ് എത്രയാണ്? mg ഇൻറ്റു h മൈനസ് x ചെയ്താൽ മതി. ഓക്കെ, അത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഈ ഇക്വേഷൻ 1ൽ ഈ v² പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഇക്വേഷൻ കണ്ടെത്തിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്, നമ്മളെപ്പോഴും ന്യൂട്ടൻ്റെ ഈ ഇക്വേഷനാണ് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത്. v² = u² + 2
എ എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് എല്ലാ കേസിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി കാണണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് വെലോസിറ്റി കാണണം. വെലോസിറ്റി കാണാനായിട്ട് ഈസിയാണ്. നമ്മളെപ്പോഴും റെസ്റ്റിലാണ് ആ ഒബ്ജക്റ്റ് എന്ന് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഈ ഭാഗം മൊത്തം 0 ആയി പോകും. ബാലൻസ് ഉള്ള ഭാഗം മാത്രം എടുക്കുക. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഏത് ആക്സലറേഷൻ ആണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഫ്രീലി ഫോളി ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്തിന്റെ ആക്സലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ? എർത്തിന്റെ ആക്സലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. താഴേക്ക് വീഴുന്ന കേസ് ആയതുകൊണ്ട് ജി പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എയുടെ പ്ലേസിൽ ജി എന്ന് എടുത്തു. എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് എന്താ? ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഈ ബിയിൽ നിന്ന് ഇവിടേക്ക് എത്താൻ അത് എത്ര എയിൽ നിന്ന് ബിയിലേക്ക് എത്താനായിട്ട് അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? 2gx എന്ന് കൊടുത്തു. ഈ 2gx കൊണ്ട് v1² ഇതിപ്പോൾ നമ്മൾ v1² ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഈ കിട്ടിയ v1² എവിടെ കൊണ്ട് കൊടുക്കാം? ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? കൈനറ്റിക് എനർജി കിട്ടും. ഹാഫ് എം v1² പകരം 2gx. ഒരു 2 കട്ട് ചെയ്തു. ബാലൻസ് എന്ത് വന്നു? mgx എന്ന് വന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ വെച്ചിട്ട് വെറുതെ എഴുതാൻ പാടില്ല. വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഓരോ സമയത്തും തുടങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി അല്ല കുറച്ച് കഴിയുമ്പോൾ ഉള്ളത്. പിന്നെ അതിൻ്റെ വെലോസിറ്റിക്ക് വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് mgx കിട്ടി. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സെപ്പറേറ്റ് കണ്ടെത്തി. ഇനി ടോട്ടൽ എനർജി എങ്ങനെ വേണം? ടോട്ടൽ എനർജി കാണാനുള്ള ഇക്വേഷനാണ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എത്രയാ? നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടു വെച്ചിട്ടുണ്ട് mgx പ്ലസ് എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി? mg ഇൻറ്റു h മൈനസ് എക്സ്. h മൈനസ് എക്സ് എന്ന് പറഞ്ഞു. ഇനി ഈ mg ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. mgx പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? mgh മൈനസ് mg ഉള്ളിലേക്ക് എല്ലാ ടേമിനും കൊടുക്കാം. mgx എന്ന് വന്നു. ഈ mgxും പ്ലസ് mgxും മൈനസ് mgxും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്ത് മാത്രം വന്നു? mgh എന്ന് വന്നു. അപ്പോൾ രണ്ടാമത്തെ കേസിലും ടോട്ടൽ എനർജി എനിക്ക് എന്ത് തന്നെയായിട്ട് കിട്ടി? mgh തന്നെയായിട്ട് കിട്ടി. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിലും mgh ആണ്, ബി എന്ന് പറഞ്ഞ പോയിന്റിലും എൻ്റെ ടോട്ടൽ എനർജി mgh ആണ്. ഇനി എനിക്കൊരു പോയിന്റിൽ കൂടി കണ്ടിട്ട് വേണം കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഏത് പോയിന്റിലാണ് കണ്ടത്? സി എന്ന് പറഞ്ഞ പോയിന്റിൽ. ഇത് എ ബി മൂന്നാമത്തെ പോയിന്റിന് സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിയിലുള്ള എനർജി കൂടി കാണണം, ടോട്ടൽ എനർജി കൂടി കാണണം. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കാണാൻ പോവാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? ഇവിടെ എത്തുമ്പോഴേക്കും ഹൈറ്റ് എന്തായി? ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത് അത് കവർ ചെയ്ത് കഴിഞ്ഞു. ഹൈറ്റ് 0 ആയി. അതായത് അത് ഗ്രൗണ്ടിൻ്റെ സർഫസിൽ തന്നെ എത്തി. ഗ്രൗണ്ടിൻ്റെ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. നമ്മൾ 0 എന്ന് എഴുതി. കൈനറ്റിക് എനർജിയോ? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². തൊട്ട് മുമ്പത്തെ കൈനറ്റിക് എനർജിക്ക് v1² എന്ന് കൊടുത്തതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? v2² എന്ന് കൊടുക്കാം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെ ഇവിടെ ചെയ്യാം. v² ഈക്വൽ ടു u² പ്ലസ് 2as എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ 2 ആണ് കണ്ടത്. അപ്പം എല്ലാത്തിനും 2 സബ്സ്ക്രിപ്റ്റ് കൊടുക്കാം. ഇനി ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് വരും? v2² ഈക്വൽ ടു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ g ആണ്. എസ് എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോൾ എവിടെയുള്ള കേസാണ് കൺസിഡർ ചെയ്യുന്നത്? സിയിലുള്ള കേസ്. എയിൽ നിന്നും സിയിലെത്തി. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് അത് കവർ ചെയ്തു? h എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു. അപ്പോൾ 2gh എന്ന് വന്നു. ഈ ഇക്വേഷൻ കൊണ്ട് ഞാൻ ഇതിൽ കൊടുക്കാണ്. ഇത് 1 ഇത് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ v² വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 2 എന്ന് പറഞ്ഞ ആളെന്താവും? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് v2² പകരമായിട്ട് 2gh എന്ന് കൊടുക്കാം. 2 കട്ട് ചെയ്ത് പോയി. ബാലൻസ് എന്ത് വന്നു? mgh. അപ്പോൾ തേർഡ് പോയിന്റിലും എനിക്ക് എന്ത് തന്നെ കിട്ടി? ടോട്ടൽ എനർജി mgh ആയിട്ട് കിട്ടി. അതിൽ നിന്നും എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ ബോഡിയുടെ ഈ സിസ്റ്റം എടുത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഈ കേസ് ആ സിസ്റ്റത്തിൽ എവിടെ നോക്കി കഴിഞ്ഞാലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും.
ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും കൂടുതലായിരിക്കും പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടും. ഇനി ഇവിടെ ആയിരിക്കുമ്പോൾ ഇങ്ങോട്ട് പോരുന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടും. മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, കൈനറ്റിക് എനർജി കുറയും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും. പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ് കേസിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. എന്നാലാണ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരു ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റിനെ വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണോ ഓർ കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി. ഇനി ഈ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഇവർ വെച്ചിട്ടൊരു ഗ്രാഫ് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഹൈറ്റ് എക്സ് ആക്സിസിലും എനർജി, അതായത് കൈനറ്റിക് എനർജിയോ പൊട്ടൻഷ്യൽ എനർജിയോ ജനറലായിട്ട് എനർജി നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എനർജി എന്ന് പറയുമ്പോൾ അതിൽ പൊട്ടൻഷ്യൽ എനർജിയും വരാം, കൈനറ്റിക് എനർജിയും വരാം. അപ്പോൾ രണ്ടും കൂടി ഒരു ഗ്രാഫിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് എനർജീന്ന് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസാണെങ്കിൽ അറിയാം എന്താ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി എന്താ കൂടി വരും. അപ്പോൾ ഹൈറ്റ് 0 ഉണ്ടായിരുന്നു, പൊട്ടൻഷ്യൽ എനർജി ഇത്ര ഉണ്ടായിരുന്നു. ഹൈറ്റ് ഞാൻ പിന്നെ കൂട്ടി കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടി, പിന്നെ ഞാൻ ഹൈറ്റ് കൂട്ടി പൊട്ടൻഷ്യൽ എനർജി കൂടി, അങ്ങനെ ഒരാൾ കൂടുന്നതിനനുസരിച്ച് മറ്റാളും കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇത് എന്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ, അതായത് ഹൈറ്റ് ഇങ്ങോട്ട് ഹൈറ്റ്, ഇവിടെ ഹൈറ്റ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. അപ്പോൾ ഒരാൾ കൂടുന്നതിനനുസരിച്ച് മറ്റേ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒബ്ലിക് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരാറ്. കൈനറ്റിക് എനർജിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലോ കൈനറ്റിക് എനർജി നേരെ ഓപ്പോസിറ്റാണ്. ഹൈറ്റ് ഏറ്റവും കൂടുതലുള്ള സമയത്ത് കൈനറ്റിക് എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഏറ്റവും കൂടുതൽ, അതായത് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ മാക്സിമം, ആ കേസിൽ കൈനറ്റിക് എനർജി എവിടെയായിരിക്കും, ഇവിടെയായിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിട്ടുള്ള കേസിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. മനസ്സിലായോ? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിട്ടുള്ളത് ഈ പോയിന്റിലാണ്, ഈ പോയിന്റിൽ. ആ പോയിന്റിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിട്ടുള്ള പോയിന്റിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കണം. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ വരച്ചേക്കുന്നത് എന്തിൻ്റെ ഗ്രാഫാണ്, കൈനറ്റിക് എനർജിയുടെ. ഈ ആദ്യം വരച്ചേക്കുന്നത് എന്തിൻ്റെയാണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ. ഇനി ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന പോയിന്റ് വരച്ചാൽ മതി. അപ്പോൾ എന്തായി, ഞാൻ ഈ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടില്ലേ, അതാണ് അവിടുത്തെ ടോട്ടൽ എനർജി. അപ്പോൾ ഈ ഗ്രാഫ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഗ്രാഫാണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഇവരെ കണക്ട് ചെയ്യുന്ന ഗ്രാഫാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാനായിട്ട് ഈസിയാണ്. ഹൈറ്റ് ഇങ്ങോട്ട് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചു, ഒബ്ലിക് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചു. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണോ വേരി ചെയ്യുന്നത് അതിന് നേരെ റിവേഴ്സ് ആയിട്ടായിരിക്കും കൈനറ്റിക് എനർജിയുടെ ചേഞ്ച്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി മിനിമം. അപ്പോൾ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ഇനി ടോട്ടൽ എനർജി കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേരെ ആഡ് ചെയ്യണതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ജോയിൻ ചെയ്യിച്ചിട്ട് ഒരു ലൈൻ വരച്ചാൽ അതെന്തായിരിക്കും, ടോട്ടൽ എനർജി ആയിരിക്കും. ഈ ഗ്രാഫ് മസ്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.